മാനേജർമാരുടെ അടുത്തും വന്നിട്ടുണ്ട്. അക്ഷരമുണ്ട് മേലിഞ്ഞി ഉണ്ടോ എന്താണ് ചോദിച്ചത്? പോയിക്കൊള്ളണം. എന്റെ കൊണ്ടുപോയിക്കോ. ഞെട്ടിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. കണ്ണൂർ കാനറ ബാങ്ക്, കണ്ണൂർ ചന്ദനക്കാംപാറയിലെ കാനറ ബാങ്കിൽ നിന്നാണ് ഈ ഒരു ഞെട്ടിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം. കാരണം സാധാരണക്കാരൻ്റെ ഒരു പ്രശ്നമാണ്, ഒരു കർഷകൻ്റെ ഒരു പ്രശ്നമാണ്. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം. എല്ലാവരും ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഈ ഞാനിവിടെ വെച്ച് തരാൻ പോകുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് മാക്സിമം ഇത് എത്രത്തോളം ഇത് എല്ലാവരിലും എത്തിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ എത്തിക്കുക. കാരണം കണ്ണൂർ ഈ ഞാനിപ്പം പറഞ്ഞ കാനറ ബാങ്കിലെ ഒരു മാനേജർ, ഒരു ബാങ്ക് മാനേജർ, ഒരു കർഷകനായിട്ടുള്ളൊരു സാധു ഒരു പാവപ്പെട്ട കർഷകനോട് കർഷക ലോൺ എടുക്കാൻ പോയ ഒരു പാവപ്പെട്ട സാധുവായിട്ടുള്ളൊരു കർഷകനോട് സംസാരിക്കുന്ന രീതിയാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. ആട്ടിയിറക്കി വിടുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എടോ നാണം ഉണ്ടോടോ മാനേജർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കസേരയിലിരിക്കുക. നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകണം. ഇനി എന്ത് പ്രശ്നം വന്നാൽ പോലും, എത്ര പ്രകോപിക്കുന്ന പ്രശ്നം വന്നാൽ പോലും ഒരു കസ്റ്റമറിനെ, നിങ്ങളെ ബാങ്കിൽ, കാനറ ബാങ്കിൽ കയറി വരുന്ന ഒരു കസ്റ്റമറിനെ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ അടിച്ചാക്ഷേപിച്ച് ഇറക്കി വിടുന്നത് ശരിയായിട്ടില്ല. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയൊരു തെറ്റ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ആ വീഡിയോയുടെ അടിയിൽ ഈ കാനറ ബാങ്കിൻ്റെ മെയിനായിട്ടുള്ള ഒഫീഷ്യൽ പേജിൽ നിന്ന് അത് അന്വേഷിക്കാം, ഇത് വേണ്ടുന്ന ആളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവരൊരു കമൻറ്റും ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട്. എന്തായാലും ഇവനെ ഇനി ആ ബാങ്കിൽ വെച്ച് ഉറപ്പിക്കൽ മാക്സിമം ഇത് മുഖ്യമന്ത്രി വി ഡി സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പിന്നെ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ഇതെല്ലാം കണ്ടിട്ട് ഇവനെ ഇനി ആ പോസ്റ്റിലിരുത്തല്ലേ. ഇവനെപ്പോലെയുള്ള തെമ്മാടികളെ, കാരണം സാധുക്കളായിട്ടുള്ള ഈ കർഷകരായിട്ടുള്ള ഇവരെ പോലുള്ള ആളുകൾ അധ്വാനിച്ച് എല്ലുമുറിയെ പണിയെടുക്കുന്നുകൊണ്ടാണ് നീയൊക്കെ 4 നേരം അതിൻ്റെ പലിശ കൊണ്ടാണ് നീയൊക്കെ 4 നേരം തിന്നുന്നതെന്നുള്ളൊരു ചിന്തയെങ്കിലും വേണം. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കൂ സുഹൃത്തുക്കളെ. എന്തിൻ്റെയൊക്കെ പേരിലാണെങ്കിലും ഈ മാനേജർ എന്ന് പറഞ്ഞ ഇവൻ കാണിച്ചത് ഒട്ടും ശരിയായിട്ടില്ല. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, ഞാൻ ഇവിടെ വെച്ച് തരാം. ഞങ്ങളെ പോലെ ഉള്ളവരുള്ളതുകൊണ്ടാണ് മാനേജർ ഇവിടെ ഇരിക്കുന്നത്. എന്തോ നിങ്ങൾ ഇന്നലെ വിളിച്ചിട്ട് ഞാൻ മരിച്ചെടുത്ത് നിൽക്കുമ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ ഇന്ന് വന്നിട്ട് ലോൺ എടുക്കണം ഇതുവരെ പറഞ്ഞോ? ലോൺ എടുക്കാൻ പറ്റില്ല. ആരോടും വിടാതിരിക്കാണ്. ഇതാണോ ഒരു മാനേജർ പറയുന്ന മര്യാദ? ഇങ്ങനെ പല മര്യാദക്കാർ പറഞ്ഞു. എന്താ വിളിക്കും പോലീസിനെ. എത്ര കാലം ബാങ്കിൽ വരുന്നു? നിങ്ങൾ ഇന്ന് ഇവിടെ ഇത്ര നേരം വന്നിട്ട് ലോൺ വേണമെന്ന് പറഞ്ഞോ? ഏറ്റവും അവസാനം നിങ്ങൾ എന്താ പറഞ്ഞേ? അക്കൗണ്ട് ക്ലോസ് ചെയ്യണം, അതിന് പണിയെടുക്കും. ക്ലോസ് ചെയ്ത് ക്ലോസ് തരും അക്കൗണ്ട്. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നില്ലേ? എന്നറിയോ? ഇയാൾ വന്നിട്ട് കൃഷി ചെയ്ത് വന്നു നോക്കും. പല മാനേജർമാരുടെ അടുത്തും വന്നിട്ടുണ്ട്. പുള്ളിക്ക് മലയാളം ശരിക്കും തരാം. എന്ത് മര്യാദ കൂടിയാ പെരുമാറുന്നത്? എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. പിന്നെ തന്നെ കപ്പയില് എടോ, ഞാൻ അങ്ങനെയാണ് എത്ര പേർക്ക് അല്ലാത്തവരുടെ കൃഷി ചെയ്യാതെ കൊടുത്തതായിരുന്നു കാര്യം. താൻ കൃഷി ചെയ്യാതെ എത്ര പേർക്ക് ഇവിടുന്ന് തന്റെ സൗകര്യത്തിന് തന്നെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. ഇവിടെയല്ല പറഞ്ഞേ, ഇവിടെ ജനങ്ങളോട് താൻ ഇവിടെ ഇങ്ങനെ എന്നെ തരണം. എന്നെ തരണം. പിടിച്ചു കൊണ്ടോട്. ഇവിടെ ബാങ്ക് ജനങ്ങൾക്കുള്ള അക്ഷരമുണ്ട് മേലിഞ്ഞി ഉണ്ടോ? എന്താണ് ചോദിച്ചത്? പോയിക്കൊള്ളണം. എന്റെ കൊണ്ടുപോയിക്കോ. എനിക്ക് വിദ്യാഭ്യാസം പിടിച്ചു കൊണ്ടുപോയിക്കോ. മേലെ നീ കയറ്. മേളിൽ കയറുന്നു. എടോ എങ്കിലും എന്നെ ഇവിടെ ഇത്രയും നാൾ എന്നെ കയറ്റി വരുന്നതാ. എത്ര വട്ടം
എത്ര വർഷം കേൾക്കില്ല ഒരു ഞാൻ വിളിക്കാന്നല്ലേ അങ്ങനെയൊന്നല്ല ഇനി പഠിപ്പിക്കണ്ട. നമുക്ക് ആ കൊച്ചൊക്കെ എന്നെ അറിയുന്ന ഞങ്ങളൊരു നാട്ടുകാരാ. ഇവിടെ പല നാട്ടുകാരുള്ളതായി മിനിയാൻ തന്നെ ആശീർവദിച്ചു വിട്ടേക്കാം. എനിക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്, നല്ല ഓർമ്മയുണ്ട്. പോയിക്കൊള്ളണം. ലോൺ തരികയല്ല, കൃഷിക്ക് ഇവിടെ കുറെ പേരുണ്ട് എന്റെ നാട്ടുകാരാണ്. നിങ്ങളെ കാര്യം നടക്കണ ഇവനെ കൊണ്ടുപോയിക്കോ. മേലെ ഇവൻ കയറാൻ പാടില്ല ഇങ്ങോട്ട്. പുഷ്പയും ബാങ്ക് കയറാൻ പാടില്ല. അയാൾക്ക് മനസ്സിലായി ഇവൻ ബാങ്ക് കയറാന്ന് പറയാ ഇവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറയണം. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഒരു ബാങ്ക് മാനേജറാണ്. എത്രയും പെട്ടെന്ന് ഈ ബാങ്ക് മാനേജർ അവിടുത്തെ GM എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ഇവന് ഒരിടത്തും ജോലി കൊടുക്കില്ല. കാരണം ഇനി എന്തൊക്കെ പ്രഷറും എന്തൊക്കെ ഇതും തലവേദനയും വരുന്ന കസ്റ്റമർ ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ ഷൗട്ട് ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ അയാൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു കർഷകൻ, ഒരു കർഷക കുടുംബത്തിലുള്ളൊരു പാവം മനുഷ്യനായതുകൊണ്ടാണ് നീ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്? ഇത് വേറെ ആരെങ്കിലും അത്യാവശ്യം പൈസയും ഊങ്കും തണ്ടും തടിയുള്ള ഒരാളായിരുന്നെങ്കിൽ മിണ്ടുവോ ഇല്ല. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നെഞ്ചത്ത് എന്തും കാണിക്കാന്നുള്ള രീതിയായി അല്ലേ? കണ്ടില്ലേ, ഇവനൊക്കെ എങ്ങനെയാണ് മാനേജറായത്? ഇവർക്ക് ആരാണ് ഇവനിക്ക് പോസ്റ്റ് കൊടുത്തതാണ് ഞാൻ ആലോചിക്കുന്നത്. അവൻ ഷൗട്ട് ചെയ്യുന്നുണ്ടില്ലേ? അവൻ എന്തൊരു ഇതിലാണ് അവൻ ദേഷ്യപ്പെട്ട് അവൻ സംസാരിക്കുന്നത് കണ്ടില്ലേ? പോലീസിനെ വിളിക്കാം. പോലീസിനെ എന്തിനു വിളിക്കുന്നത്? നിന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ആ ബാങ്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നീ ഇറങ്ങി പോകണം. അതാണ് വേണ്ടുന്നത്. കസ്റ്റമർ പല മെൻറ്റാലിറ്റിയോടുകൂടും പല ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളും രാവിലെ തൊട്ട് വൈകിട്ട് വരെ കൃഷിയിടത്തിൽ കടന്ന് അധ്വാനിച്ച് വെയിലും കൊണ്ട് വരുന്ന ആളുകളായിരിക്കും. അവരെ ട്രീറ്റ് ചെയ്യാൻ, അവരെ മെൻറ്റാലിറ്റി മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിൽ നീയൊക്കെ എന്തിനാടാ പോസ്റ്റിലിരിക്കുന്നത്? ഇറങ്ങി പൊയ്ക്കൂടെ നിനക്ക്? ഇൻഷർട്ടും ചെയ്ത് ടൈയും ഇട്ട് ഒരു ഇതും കെട്ടിയിരിക്കുവാണ് അവനൊക്കെ. ഇത് കർശനമായിട്ട് ഇതിനെതിരെ ഇനി എന്ത് ആ നിന്ന് സംസാരിക്കുന്ന ആ പുള്ളിയുടെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റുണ്ടെങ്കിലും ഒരു മാനേജർ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ഇത് മാനേജറൊന്നുമല്ല, ഇത് റൗഡിയാണ്. നല്ല ഒന്നാം തരം റൗഡി സംസാരിക്കുന്നതല്ലാണ്. ഇവനൊക്കെ പക്ക ഫ്രോഡാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ വരുന്ന സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിലൂടെ ഇത്രയും കണ്ടിട്ടുള്ളതായിരിക്കും. അവിടെ വരുന്ന പല ടൈപ്പിലുള്ള പല പാവപ്പെട്ട ആളുകൾ ആ കാനറ ബാങ്കിൽ പോകുന്നുണ്ടായിരിക്കാം. അവരുടെ അടുത്തൊക്കെ എത്രയും മോശമായിട്ടുള്ള രീതിയിലായിരിക്കാം ഇവൻ ബിഹേവ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇവനെ വിശ്വസിച്ച് എങ്ങനെയാണ് അവിടുന്ന് ലോൺ എടുക്കുന്നത്? എന്തായാലും ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് ഇവനെ എത്രയും പെട്ടെന്ന് അവിടുന്ന് പുറത്താക്കാൻ. സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ കയ്യൊക്കെയുള്ള ടീംസുകളില്ല. അല്ലെങ്കിൽ പുറത്താക്കുന്ന സമയത്ത് ഇവൻ്റെ ചെറുക്കൽ നോക്കി രണ്ടെണ്ണം കൊടുക്കണം. അതാണ് വേണ്ടുന്നത്. അവൻ്റെ ഷൗട്ടിങ് കണ്ടില്ലേ? അത് കർഷകനായതുകൊണ്ട് ഒരു പാവം ഒരു കുടുംബത്തിലെ ഒരു ഫാമിലി ആയതുകൊണ്ടാണ് ഇവനിങ്ങനെ കാണിക്കുന്നത്. അവൻ്റെ വിറയിൽ കണ്ടില്ലേ? ഇത്രയും വിറയ്ക്കാനെ കൊണ്ട് അയാൾ എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത്? ആ വീഡിയോ കണ്ടപ്പോൾ അയാൾ ലോൺ എടുക്കാൻ വന്നു. അയാളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് തൊട്ടപ്പുറത്തും കണ്ട ഒരു ഇന്ത്യക്കാരനാണ് ഇരിക്കുന്നത്. അവനെ കൊണ്ട് പറ്റത്തില്ല. ഇന്ത്യക്കാരൻ എന്തൊക്കെ പറഞ്ഞാലും അയാൾ ചിലപ്പം പറയുന്നത് വരുന്ന കസ്റ്റമറിന് മനസ്സിലാവണമെന്നില്ല. അപ്പം എന്താണ് ചെയ്യുന്നത്? ബാങ്ക് മാനേജറെ വിളിച്ചിട്ട് ബാങ്ക് മാനേജറിൻ്റെ പണി പിന്നെ എന്തുപടി? അവൻ വിളിച്ചിട്ട് സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തായാലും ഈ കാണിച്ച ശരിയല്ല. എന്തായാലും ഈ വീഡിയോയുടെ അടിയിൽ കാനറ ബാങ്കിൽ നിന്നുള്ള ഒഫീഷ്യൽ പേജിൽ നിന്ന് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വിശദമായിട്ട് അന്വേഷിച്ച് വേണ്ടപ്പെട്ട ആളിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുന്നു എന്നൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് ഇവരെ ഇനി അവിടെ വെച്ച് ഉറപ്പിക്കില്ല. ഇനി ഇവൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരാളെയും പ്രകോപിതനായിട്ട് ഇത്രയും രീതിയിൽ വിറപ്പിച്ച് പേടിപ്പിക്കുന്ന രീതിയിൽ ഷൗട്ട് ചെയ്യും. അവിടെ നിന്ന് വേറെ സ്റ്റാഫ് പോലും പേടിച്ച് ഇരുന്നിട്ടായിരിക്കും ഇവൻ്റെ മുമ്പിൽ ജോലി ചെയ്യുന്നത്. എന്തായാലും വളരെ മോശമായി. ഇപ്പം നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്ത് ഇവനെപ്പോലെ ആളുകളെ വെച്ച് ഉറപ്പിക്കില്ല. അതാണ് വേണ്ടുന്നത്. അപ്പം വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് അതുപോലെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.